നമസ്കാരം സനോജി. നമസ്തേ. ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. UDFന് വലിയ ഭൂരിപക്ഷം കിട്ടി. പക്ഷേ മുഖ്യമന്ത്രി ആരാണെന്ന് ജനത്തിന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. 8 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. എൻ്റെ ഒരു ഉദ്ദേശത്തിൽ, എൻ്റെ അറിവിൽ ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആരും തന്നെയില്ല. എല്ലാവരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ആദ്യം MLA മാരുമായിട്ടായിരുന്നു ചർച്ച. MLA മാരുമായി ചർച്ച കഴിഞ്ഞതിന് ശേഷം KPCC മുൻ അധ്യക്ഷന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ്മാരെ വിളിക്കുന്നു. അങ്ങനെ പല തരത്തിലും ചർച്ച, പല ആൾക്കാരുമായി ചർച്ച നടത്തുന്നു, മുതിർന്ന ആൾക്കാരുമായി ചർച്ച നടത്തുന്നു. ചർച്ച ഫലപ്രദമായ രീതിയിൽ അവസാനിക്കുന്നതേയില്ല. ഇതിനി എന്ന് അവസാനിക്കുമെന്നും അറിയില്ല. ഇവിടെ മറ്റ് ചില മേഖലകളിൽ പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തുറക്കാൻ പോകുന്നു, വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയിട്ടില്ല. അവസാന സമയത്ത് മന്ത്രി അപ്പൂപ്പൻ കുട്ടികൾക്ക് നല്ലൊരു പണിയും കൊടുത്തിട്ടാണ് പോയത്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മഴക്കാല കെടുതികളും മറ്റ് പ്രശ്നങ്ങളും വരുന്നു. ഇതിനൊക്കെയും പരിഹാരമായിട്ട് കേരളത്തിൽ നെടുനായകത്വത്തിൽ ഒരു മുഖ്യമന്ത്രി ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. പിണറായി വിജയൻ കാവൽ മുഖ്യമന്ത്രി ഉണ്ട് എന്ന് പറയുന്നു. ഉണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി തന്നെ ജനങ്ങൾക്ക് അറിയാത്ത ഒരു സാഹചര്യമാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർക്ക് കണ്ണടച്ചിരിക്കുവാൻ കഴിയുക? എത്ര നാളിങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കുവാൻ കഴിയും? ഹരി, ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഇന്ന് 9ാം ദിനമാണ്. 9 ദിവസമായിട്ടും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു സർക്കാരോ പ്രതിപക്ഷമോ ഇല്ലാത്ത വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അധികാരമോഹത്തിൻ്റെ പേരിൽ ഒരു പാർട്ടി, അതായത് ജനങ്ങൾ വിശ്വസിച്ച് വലിയൊരു ഭൂരിപക്ഷത്തിൽ, അവർ പോലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിലാണ് അവർ ജയിച്ചു കയറിയത്. 102 എന്നുള്ളൊരു മാന്ത്രിക സംഖ്യയിൽ ജയിച്ചു കയറിയ ഒരു പാർട്ടി, അവർക്ക് അവരുടെ നേതാവിനെ പോലും തീരുമാനിക്കാൻ ഇതുവരെ കഴിയുന്നില്ല, അവരുടെ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് ഗുരുതരമായി തന്നെ കാണേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞു, ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 50 ദിവസം വരെ എടുത്തില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ കയറ് പൊട്ടിക്കുന്നതെന്ന്. അത് അദ്ദേഹത്തിൻ്റെ ശുദ്ധ വിവരക്കേടാണ്. കാര്യം 10 ദിവസം കൊണ്ടാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമാകുന്നത്. 12ാം ദിവസം ഡൽഹി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ കൂടിയും ഇപ്പോൾ നാളെ 10 ദിവസം ആവുകയാണ്. ഇവിടുത്തെ കാര്യത്തിൽ ഒരു തീരുമാനമാകേണ്ട സമയമായി കഴിഞ്ഞു. മാത്രമല്ല, അവിടെ ഡൽഹിയിലെ സാഹചര്യം മറ്റൊന്നായിരുന്നു. കാര്യം അവിടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒട്ടനവധി നേതാക്കളുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ വനിതാ ഒരു പ്രാതിനിധ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പെട്ടെന്നൊരു വിപ്ലവാത്മകമായ ഒരു മാറ്റം ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് മറ്റെല്ലാ നേതാക്കളുടെയും ഒരു സമ്മതം വാങ്ങിച്ചെടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. അത് തഞ്ചത്തിൽ നയത്തിൽ പറഞ്ഞ് എതിരഭിപ്രായമില്ലാതെയാണ് അവിടെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. ഇവിടെ ഇപ്പോഴും എതിരഭിപ്രായമില്ലാതെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നുള്ളത് ഇപ്പോഴും ഹൈക്കമാൻഡിന് മുന്നിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. കാര്യം ഈ മുഖ്യമന്ത്രിയുടെ ആവണമെന്ന ആവശ്യവുമായി ഹൈക്കമാൻഡിന് മുന്നിലെത്തിയ 3 പേരും ഇപ്പോഴും കടുത്ത പിടിവാശിയിലാണെന്നാണ് നമുക്ക് ദില്ലിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 3 പേരും അണുകിട വ്യത്യാസം, അതായത് വിട്ടുകൊടുക്കാതെ നിൽക്കുകയാണ്. തങ്ങൾക്ക് തന്നെ ഈ പദവി ലഭിക്കണമെന്നുള്ള അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു വിട്ടുവീഴ്ചയുടെ സ്വരം വരുന്നില്ല. മറ്റൊന്നും വരാതിരിക്കുമ്പോൾ ഈ ഒരു അനിശ്ചിതത്വം നീണ്ടു പോവുകയാണ്. ഇങ്ങനെ എത്ര കാലം നീണ്ടുപോകും? എന്തായാലും 23ാം തീയതി വരെ മാക്സിമം നീട്ടാനുള്ള ഇതുള്ളൂ. 23ാം തീയതി അധികാരത്തിലേറിയേ പറ്റൂ പുതിയ സർക്കാർ, അല്ലേ? അതെ. അല്ലെങ്കിൽ ഗവർണർക്ക് ആക്ഷൻ എടുക്കാം. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഹരി നേരത്തെ പറഞ്ഞതുപോലെ മറുവശത്ത് വളരെ സങ്കീർണമാണ് കാര്യങ്ങളുടെ പോക്ക്. കാര്യം കഴിഞ്ഞ 9 ദിവസമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും ഒരു സ്തംഭനാവസ്ഥയിലാണ്. ഒന്നാമത് ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ ഒരു മൂഡിൽ, ഒരു വെക്കേഷൻ മൂഡാണ്. പലരും ദീർഘനാൾ അവധിയിലാണ്, കുട്ടികളുമായി ഉല്ലാസയാത്രയിലാണ് പല ജീവനക്കാരും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ബാധിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരെയാണ്. കാര്യം എത്ര ഫയലുകളാണ് അവിടെ തീർപ്പ് കൽപ്പിക്കാതെ കെട്ടിക്കിടക്കുന്നത്. നമ്മൾ പറഞ്ഞു പഴകിയ ഒരു വാക്കാണ് റെട്ടാപ്പിസം എന്നുള്ളത്. റെട്ടാപ്പിസം അക്ഷരാർത്ഥത്തിൽ കാണണമെങ്കിൽ ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ പടി കടന്ന് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലണം. അവിടെ ഒരു സെക്ഷനും പ്രവർത്തിക്കുന്നില്ല, ഒരു വിഭാഗവും പ്രവർത്തിക്കുന്നില്ല. പൂർണ്ണമായും ഒരു ഭരണസ്തംഭനം സംസ്ഥാനത്തുണ്ടായെന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. കാര്യം അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. മാത്രമല്ല, നമുക്കറിയാം 3 ആഴ്ച കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 2.5 ആഴ്ച കൂടി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന സമയമാണ്. നേരത്തെ ഹാരി സൂചിപ്പിച്ചതുപോലെ പാഠപുസ്തകങ്ങൾ ഇതുവരെയും വിദ്യാർത്ഥികളിലേക്ക് എത്താനുള്ള സംവിധാനങ്ങളായിട്ടില്ല. അതാകണമെങ്കിൽ വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം. വിദ്യാഭ്യാസ വകുപ്പാകണം. വിദ്യാഭ്യാസ വകുപ്പ് ആർക്കാണ്? ഇപ്പോൾ ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രിയുടെ പ്രശ്നം തീർന്നാലും ഇനി ഈ വകുപ്പ് വിഭജനം ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കീറാമുട്ടിയാണ്. കാര്യം ഇത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗ് എന്നുള്ളൊരു വലിയ കടമ്പ കടക്കേണ്ടിയിരിക്കുകയാണ് കോൺഗ്രസ്. അത് കടന്നെങ്കിൽ മാത്രമേ അവർക്ക് സുസ്ഥിരമായ ഒരു ഭരണത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഈ അതിജീവിച്ചുകൊണ്ട് വേണം ഇനി ഭരണത്തിലേക്ക് കടക്കാനെന്ന് പറയുമ്പോൾ അത് സാധാരണ ജനങ്ങൾക്കുണ്ടാക്കുന്ന ആശങ്ക ചെറുതൊന്നുമല്ല. കാര്യം
ഇത്തരത്തിലുള്ള ഈ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവരുടെയും വിചാരം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മാത്രം ചുമതലയാണെന്ന്. അങ്ങനെയല്ല. ഒരുപാട് വകുപ്പുകളുടെ ഒരു ഏകോപനം ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഗതാഗത വകുപ്പ്, കാര്യം ആ സമയത്തെ ഗതാഗത ക്രമീകരണങ്ങൾ കൃത്യമായി നടക്കേണ്ടതായിട്ടുണ്ട്. ബസ്സുകളുടെ ഷെഡ്യൂളുകൾ, നമുക്കറിയാം ഈ സ്കൂൾ അടച്ചു കഴിയുമ്പോൾ പല KSRTC ബസ്സുകളും ഈ രാവിലത്തെയും വൈകിട്ടത്തെയുമുള്ള സ്കൂൾ ടൈമിലെ ഷെഡ്യൂളൊക്കെ വെട്ടിക്കുറയ്ക്കും. ഇനി അതൊക്കെ പുനഃക്രമീകരിച്ച് കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. മാത്രമല്ല ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ സ്കൂളുകളിലേക്ക് പോകുന്ന റോഡുകളുടെ ഒരു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം ഇതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ തൊട്ടും തൊടാതെയും എല്ലാ വകുപ്പുകളും കൂടി ഏകോപിപ്പിച്ച് നിന്നുണ്ട്. ശരിക്കും ഈ ശബരിമല തീർത്ഥാടനമൊക്കെ തുടങ്ങുന്നത് പോലെയാണ് ഒരു സമസ്ത വകുപ്പുകളുടെയും ഒരു ഏകോപനം ഇതൊരു ആവശ്യമായിട്ടുണ്ട്. സ്കൂൾ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് എന്താകും എന്നുള്ളൊരു വലിയ ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ. അതുമാത്രമല്ല ഹരി, ഇപ്പോൾ നമുക്കറിയാം മഴക്കാലം വരികയാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ വേനൽക്കാലം അതിരൂക്ഷമാണ്. അതുപോലെ തന്നെയാണ് അത് കഴിഞ്ഞ് വരുന്ന മഴക്കാലവും അതിരൂക്ഷമാണ്. മെയ് പകുതിക്ക് ശേഷം തുടങ്ങുന്ന ഒരു മഴ ഒക്ടോബർ നവംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ കേരളത്തിൽ വെള്ളപ്പൊക്ക ഭീഷണിയും ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും തീരദേശ മേഖലകളിൽ ഈ കടലാക്രമണ ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു മഴക്കാല പൂർവ്വ പദ്ധതി എന്താണ്? ശുചീകരണ പ്രവർത്തനങ്ങൾ എന്താണ്? ആരോഗ്യം വലിയൊരു വിഷയമാണ്. ആരോഗ്യവകുപ്പ് നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യ വകുപ്പാണ് എന്നും പല കാരണങ്ങളാൽ പല രീതിയിൽ ട്രോളിയും പ്രതിക്കൂട്ടിലും ഒക്കെ നിന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കത്രിക നമ്മുടെ സർജറി ചെയ്ത കത്രിക തന്നെ വയറ്റിലിട്ട് സർജറിക്ക് വരുന്ന രോഗികൾക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സോട് കൂടി തിരിച്ചുവിടുന്ന ഒരു സാങ്കേതിക വിദ്യ കേരളത്തിലാണ് നടപ്പിലാക്കിയത്. മുട്ടിൽ പ്രശ്നമായിട്ട് വന്ന ആളുടെ കൃഷ്ണമണി തന്നെ പോയി. അതെ. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു കാലവും കൂടിയാണ്. സർക്കാർ ആശുപത്രിയിൽ പോയി ശുചിമുറിയിലേക്ക് പോയ ഒരു രോഗിയുടെ ഒരു ജീവൻ തന്നെ പോയില്ലേ കോട്ടയത്ത്. അതെ. അപ്പോൾ അങ്ങനെ വളരെയധികം പ്രശ്നങ്ങളിലൂടെയാണ് കേരളം കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ വരാൻ അഭിമുഖീകരിക്കേണ്ട ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്, ഒട്ടനവധി പ്രതിബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ സർക്കാർ പോലും ആകാതെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ, ഇപ്പോൾ സർക്കാർ ആയാൽ ഉടനടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇവ. ഇതിന് കൃത്യമായ ഏകോപനവും ഒരു സമയം നടത്തിയെടുക്കാനുള്ള സമയവും ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊരു പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടപ്പാക്കി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇത് കൃത്യമായി ചെയ്യിപ്പിക്കണമെങ്കിൽ ആദ്യം മന്ത്രിസഭ രൂപീകരണം നടക്കണം. അതിന് ഈ പറഞ്ഞതുപോലെ ഇവിടെയുള്ള എല്ലാവരും കൂടെ പോയി ഡൽഹിയിൽ പെറ്റ് കിടന്നിട്ട് ഒരു കാര്യവുമില്ല, ഇവിടെ തന്നെ വരണം. ഡൽഹിയിൽ പെറ്റ് കിടന്നാൽ ഇവിടുത്തെ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തിരിച്ച് ഇത് ഒരു തീരുമാനമാക്കിയിട്ട് എത്രയും പെട്ടെന്ന് വന്ന് സെക്രട്ടേറിയറ്റിൽ കയറി ഭരണം തുടങ്ങിയെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകൂ എന്നുള്ള കാര്യമാണ് ഒരു മാധ്യമം എന്ന നിലയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതുള്ളൂ. ഇത് പൊതുജനങ്ങളുടെ ആശങ്കയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആദ്യം ഇത് ആളുകൾക്കൊരു രസമായിരുന്നു, ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി അല്ലേ. പലരും ഫേസ്ബുക്കുകളിൽ ട്രോളുകൾ ഇട്ടു, തമാശ മെസ്സേജുകൾ ഇട്ടു, സിനിമാ പോസ്റ്ററുകൾ ഇട്ടു. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ സംഗതിയുടെ സ്വഭാവം ഒരല്പം ഗൗരവതരമാണെന്ന് കണ്ട് ആളുകളുടെ ആ ഒരു സ്വരവും മാറുകയാണ്. ഇനി എന്താ, ഒരുപക്ഷെ ഇപ്പോൾ ഈ നേതാക്കൾക്ക് വേണ്ടിയാണ് അണികൾ ഇപ്പോൾ തെരുവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ജനങ്ങളൊന്നോക്കെ തെരുവിൽ ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു അവസ്ഥയും കൂടി ഈ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പം അതിനൊന്നും എന്താണ് ഇത്ര ഒരു താമസം എന്നുള്ളതാണ് ആർക്കും മനസ്സിലാകാത്തത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ പൂർണ്ണമായും കോൺഗ്രസിനെ വിജയിപ്പിച്ച ജനം തന്നെ തിരിച്ചു മാറ്റിക്കുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അല്ലെങ്കിൽ തന്നെയും നമ്മൾ അന്നേ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ അന്ന് മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസിന് ഈ കിട്ടിയ വലിയ വിജയം അതൊരിക്കലും കോൺഗ്രസിൻ്റെ മികവോ മിടുക്കോ ആയി കാണരുത്. ഇത് ഇടതുപക്ഷ സർക്കാർ ഇത്രയും വർഷം 10 വർഷം കേരളത്തെ കട്ടുമുടിച്ച് ഭരിച്ചു മുടിച്ച പിണറായി വിജയൻ സർക്കാരിനോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം, അതാണ് ഈ ഒരു രാഷ്ട്രീയ സുനാമിയായി ഇത്തരത്തിൽ UDF പാളയത്തിലേക്ക് ആഞ്ഞടിച്ച് കയറിയ 102 സീറ്റുകൾ. ആ 102 സീറ്റുകൾ എന്നുള്ളതൊരു അനുഗ്രഹമായി കണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അവർ തങ്ങൾക്ക് നൽകിയ ഒരു വരമായി കണ്ട് അത് ഏറ്റെടുത്ത് വളരെ നന്നായിട്ട് ഭരണം നടത്തേണ്ട ആൾക്കാരാണ് ഒരു മുഖ്യമന്ത്രിയെ ചൊല്ലി ഇവിടെ നിന്നും ഇത്രയും കാശ് മുടക്കി ഡൽഹിയിൽ പോവുക, അവിടെ പോയി മീറ്റിംഗ് കൂടുക, വൈകിട്ടാകുമ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല, 2 ദിവസത്തിനുള്ളിൽ തീരുമാനമാവുമെന്ന് പറയുക. ഇത് സത്യം പറഞ്ഞാൽ ജനം കണ്ട് മടുത്ത കാഴ്ചയായി. ഒരു എന്താ പറയുക, നമ്മൾ റിപ്പീറ്റഡ് ഷോട്ടായി മാറിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഡൽഹിക്ക് പോകുന്നു, വൈകിട്ടാകുമ്പോൾ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ ആ ചതിക്കാത്ത ചന്തു സിനിമയിൽ, പുലിവാൽ കല്യാണം എന്നുള്ള സിനിമയിൽ ഒരു ട്രോൾ രംഗമാണ് കണ്ടത്.
വെള്ളത്തിലേക്ക് ജയസൂര്യ വീഴുന്നു എന്ന് കരുതി സലിംകുമാർ ഫയർഫോഴ്സിനെ വിളിച്ച് തപ്പുന്ന ഒരു സീനുണ്ട്. ഇന്നത്തെ തിരച്ചിൽ ഇവിടെ നിർത്തുകയാണ്, നമുക്ക് നാളത്തെ തിരച്ചിൽ നാളെ മറ്റൊരു രീതിയിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞ് അതിലവസാനം. അതുപോലെയാണ് മുഖ്യമന്ത്രിയുടെ തിരച്ചിൽ ഇന്നത്തേക്ക് ഇവിടെ നിൽക്കുകയാണ്, നിർത്തുകയാണ്, നാളെ നമുക്ക് മറ്റൊരു രീതിയിൽ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ യുദ്ധം പാടില്ല. അവിടെ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഡൽഹിയിൽ ഒരുങ്ങിയിരിക്കുന്ന ACC-യിലുള്ളത്. അല്ല, ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് ഹരി. കാര്യം ഈ കോൺഗ്രസിനകത്തെ പാളയത്തിൽപ്പെടാ വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ്. കാര്യം കഴിഞ്ഞ ദിവസം മുഗൾ വാസനിക്കിന്റെ കയ്യിൽ നിന്ന് പത്രങ്ങളിലേക്ക് ചോർന്ന ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ തന്നെ ഈ കോൺഗ്രസിനകത്തെ എന്താ പറയുക, തിരുത്തൽവാദി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്നവരെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറവും അപ്പുറത്ത് പോകുമ്പോൾ അപ്പുറവും എന്ന് കാണുന്ന കുറെ ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ടീംസിന്റെ യഥാർത്ഥ തനിനിറം, ഓന്തുകൾ, മരയോന്തുകളുടെ തനിനിറം പുറത്താകുന്നു. ഇപ്പൊ സന്ദീപ് വാര്യർ ഇക്കണ്ട കാലം അത്രയും VD സതീശന് സ്തുതി പാടിയിട്ട് KC വേണുഗോപാലിന് പ്രിഫർ ചെയ്തുകൊണ്ട് വോട്ടിട്ടയ്ക്കുന്നതാണ് നമ്മൾ അതിൽ കാണുന്നത്, അല്ലേ? അതെ. അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള കുറേ നേതാക്കളുടെ ഈ അവരുടെ തനിനിറം കൂടി വ്യക്തമാക്കുന്ന ഒരു സംഭവമായി മാറുന്നുണ്ട്. ഇതിൽ KCയെ പിന്തുണച്ചാൽ മാത്രമേ ഇവർക്ക് രാഷ്ട്രീയ ഭാവി ഉണ്ടാകൂ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് KCക്ക് വേണ്ടിയിട്ട് അവർ കൈ ഉയർത്തുന്നത്. കാരണം ഡൽഹി രാഷ്ട്രീയം കൺട്രോൾ ചെയ്യുന്നത്. അല്ല, അങ്ങനെയെങ്കിൽ ഇവർ വർഷങ്ങളായി KCയെ പിന്തുണയ്ക്കണമായിരിക്കണം. ഇവിടെ VD സതീശനെ കാണുമ്പോൾ, ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്ന് പറയുമ്പോൾ, VD സതീശനെ കാണുമ്പോൾ VD സതീശന് സ്തുതി പാടുകയും, അല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ KC വേണുഗോപാലാണ് ദൈവമെന്ന് കരുതി KC വേണുഗോപാലിനെ സ്തുതി പാടുകയും ചെയ്യുന്നവരാണ് ഇത്തരത്തിൽ ഒരു എന്തായാലും കോൺഗ്രസ്സിലെ ഒരു എന്താ പറയുക, അവരുടെ ഒരു കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഈ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനം ഒരുപക്ഷെ ഇതും സ്റ്റോർ ചെയ്യുന്നുണ്ടാവും, ഇല്ലേ? തീർച്ചയായും ഇതും ജനം മനസ്സിൽ കരുതുന്നുണ്ടാവും. ഈ എന്തിനാണ് ഞങ്ങൾ ഇവരെ ജയിപ്പിച്ച് വിട്ടത് എന്നുള്ള ഒരു വലിയ ചിന്തയുടെ ഗതികേടിലാണ് ഇപ്പോൾ ജനം. ഞങ്ങൾ ഇവരെ ജയിപ്പിച്ച് വിട്ടിട്ട് ഞങ്ങൾക്ക് എന്ത് ഫലം? ഇവരിങ്ങനെ ഡൽഹിയിൽ പോയി ചർച്ച ചെയ്യാൻ വേണ്ടിയാണോ ഞങ്ങൾ ഇവരെ ജയിപ്പിച്ച് വിട്ടത്? അതോ മര്യാദയ്ക്ക് കേരളത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കി കേരളം ഭരിക്കാനാണോ? ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന്, അതായത് പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് രാജിവെച്ചിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരായിട്ടോ തിരഞ്ഞെടുപ്പിൽ നേരിട്ടപ്പോൾ വലിയ കനത്ത പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ചരിത്രമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് KPCC അധ്യക്ഷനായിരുന്ന K മുരളീധരൻ 2004 തൻ്റെ KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷം വൈദ്യുത മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും തെരഞ്ഞെടുപ്പിന് നേരിടുകയും ചെയ്തു. വടക്കഞ്ചേരിയിൽ നിന്ന് വലിയ രീതിയിൽ പരാജയപ്പെടുകയായിരുന്നു K മുരളീധരൻ. അത്തരം ഒരു വലിയ മുൻ ചരിത്രമൊക്കെയുണ്ട്. ഇതിലൊക്കെ നഷ്ടം എന്താ ഹരി? ഖജനാവിലെ പൈസയാണ്. അതെ, ജനങ്ങളുടെ പൈസയാണ് നഷ്ടപ്പെടുന്നത്. പൊതുജനങ്ങളുടെ പൈസയാണ് ഈ നഷ്ടപ്പെടുന്നത്. പൊതുജനങ്ങൾക്ക് ഭരണം കിട്ടുന്നില്ല, പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇതിന് മുകളിലാണ് ഇവർക്കുണ്ടാക്കി വയ്ക്കുന്ന ഈ ഇത്തരത്തിലുള്ള അധിക ചെലവെന്നുള്ളതും കൂടിയാണ്. ഇപ്പോൾ ഇനി അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇതിനെതിരെ ജനം പ്രതികരിച്ചു തുടങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒരു 1-2 ദിവസം കൂടി ചിലപ്പോൾ ഈ ഒരു കസർത്തുമായി മുന്നോട്ട് പോകാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ ജനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടിച്ചുകൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം ഇത് അവരെയും കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്. ഓരോ ജനത്തിൻ്റെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറും. ഭരണം സ്തംഭനം എന്ന് പറയുമ്പോൾ പല രീതിയിൽ ഓരോരുത്തരുടെയും ജീവിതത്തെ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ വീണ്ടും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ തെരുവ് യുദ്ധങ്ങളും ലാത്തിച്ചാർജും ഖരോവകളും ഉപരോധങ്ങളും ഒക്കെ നമുക്ക് കാണേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഈ രാഷ്ട്രീയക്കാർ, ഈ കോൺഗ്രസ്സുകാർ ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അങ്ങനെ ബോധപൂർവം ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ അവരെ വിശ്വസിച്ചാണ് ഈ 102 എന്നുള്ള മാന്ത്രിക സംഖ്യയിലൂടെ അവരെ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അക്കാര്യത്തിൽ അവർ ഭരണം തുടങ്ങുക എന്നുള്ളതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷനില്ല. ആര് മുഖ്യമന്ത്രി ആവണം വേണ്ട എന്നുള്ളത് അവരുടെ ഇൻറ്റേർണൽ പ്രശ്നമാണ്. അത് അവരുടെ ഇൻറ്റേർണൽ തലത്തിൽ ഒരു മീറ്റിംഗ് കൂടി വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. അതിങ്ങനെ മെഗാ സീരിയൽ പോലെ പാർട്ടായി ദിവസങ്ങളോളം വലിച്ചഴിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ സസ്പെൻസ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇപ്പോൾ നമുക്കൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് 4 സംസ്ഥാനങ്ങളിലും ഭരണം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു, ഇല്ലേ? തമിഴ്നാട്ടിലായി, അസമിലായി, ബംഗാളിലായി, പുതുച്ചേരിയിലായി. ഇനി ആകെ മിച്ചമുള്ളത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ ഇപ്പോഴും ഡൽഹിയിൽ പോയി ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് മുഖ്യമന്ത്രി എന്ന് അറിയാൻ വേണ്ടിയുള്ള. ഇനി ഇത്തരത്തിലുള്ള ഇവരുടെ പുക വരുന്നത് ജനങ്ങളുടെ കട്ടപ്പുക കണ്ടതിന് ശേഷമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അല്ല, ഇത്രയും തീരുമാനമാകില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഹരി. ഇതിൽ ഈ പറഞ്ഞ 3 നേതാക്കളും വിട്ടുവീഴ്ചയ്ക്ക് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ആരെങ്കിലും ഒരാൾ മാറിയെങ്കിൽ പോലും ഇതിനകം തീരുമാനമാക്കാൻ വേറെ വഴികളുണ്ട്.
പക്ഷേ ഈ 3 പേരും അവർ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിൽ ഒരു സമവായം എവിടെയാണ് സാധ്യമാക്കുക എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡും ഇപ്പോൾ തലപോയ്ക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിയട്ടെ. ഇല്ലെങ്കിൽ കണ്ടെത്തിയില്ലെങ്കിൽ ജനം നേരിട്ട് ചെന്ന് അല്ലെങ്കിൽ ജനം കണ്ടെത്തും, കണ്ടം വഴി ഓട്ടിക്കുകയും ചെയ്യും. അതെ, തീർച്ചയായിട്ടും അതൊരു തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും നയിക്കും. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ UDF നേരിടേണ്ടി വന്ന് പരാജയപ്പെട്ടാൽ പിന്നെ UDFൻ്റെ പൊടി പോലും കാണില്ല എന്നുള്ള കാര്യമാണ് ഉറപ്പാണ്. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.